ഹായ് കൂട്ടുകാരെ, വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ എൻ്റെ റെസിപ്പി എന്ന് പറയുന്നത് ചേനത്തട, ചേനപ്പിണ്ടി എന്നൊക്കെ പറയത്തില്ല, അത് തോരൻ വയ്ക്കുന്നതാണ്. അപ്പോൾ അത് കണ്ട് നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് ചെത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് അരിഞ്ഞെടുക്കാം. പിന്നെ ഇതിന് ചെറുപയർ ചേർക്കും കേട്ടോ. ഞാനത് ചെറുപയർ തലേന്ന് വെള്ളത്തിയിട്ട് കൂത്ത് വെച്ചതാണേ. അതാണ് നേരത്തെ കാണിച്ചത് കേട്ടോ. അതുകൊണ്ട് നമുക്കത് കൊത്തി കൊത്തി അരിഞ്ഞെടുക്കാം. ഞാൻ കയ്യിൽ ഇച്ചിരി വെളിച്ചെണ്ണ തേച്ചിട്ടുണ്ട് കേട്ടോ, ചൊറിയൊന്ന് പേടിച്ചിട്ടാണേ. അതുകൊണ്ട് നമ്മൾ അരിഞ്ഞടിച്ചു. അതിനുശേഷം നമുക്ക് ദാണ്ട് ഒരു ഇത്തിരി ഉപ്പ് കൈ പുരട്ടിയിട്ട് നല്ലതുപോലെ അത് ഒന്ന് ഇതാക്കിയെടുക്കണം. അതിൻ്റെ വെള്ളം ഒന്ന് ഞെവിടി ഇങ്ങനെ പിഴിഞ്ഞെടുക്കണം കേട്ടോ. കണ്ടില്ലേ, എനിക്ക് ഈ ചേനയുടെ തട ഇതൊക്കെ അരിഞ്ഞെടുക്കാൻ ഇച്ചിരി പേടിയാണേ, ചൊറിയെന്നുള്ള പേടിയാട്ടോ. അതുകൊണ്ട് നമ്മളത് പിഴിഞ്ഞെടുത്ത് വൃത്തിയായിട്ട് അതിൻ്റെ വെള്ളം പോകുന്ന കണ്ടില്ലേ, പിഴിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കെന്ത് ചെയ്യണം കണ്ടോ. ഇനി നമുക്കത് ഒരു പാത്രം വെച്ചിട്ട് അതിലേക്ക് കടുക് വറുക്കണം. ഞാനതിന് ദാണ്ട് അരച്ച് വെച്ചിട്ടുണ്ട്. തോരന് വേണ്ടുന്ന എന്തെല്ലാമാണെന്നൊക്കെ അറിയാമല്ലോ. വെളുത്തുള്ളി, ജീരകം, മറ്റേ നമ്മുടെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അതൊക്കെ ഇട്ട് അരച്ചതാണ്. തേങ്ങയും. കടുക് വറുക്കാൻ വേണ്ടി ദാണ്ട് പാത്രം വെച്ചു, കടുക് ഇട്ടു. വറ്റൽമുളക് ഇല്ലായിരുന്നു, അതുകൊണ്ട് കറിവേപ്പില ഇട്ടു. പിന്നെ നമ്മൾ എടുത്ത് വെച്ച പിണ്ടി അരിഞ്ഞതില്ല, അത് ഇട്ടു. അതിനുശേഷം നമ്മൾ കുക്കറിൽ അടിച്ച് വെച്ച പയറുണ്ടല്ലോ, അത് ചേർത്തു. പിന്നെ വേണ്ട അരപ്പ് ചേർത്തു, കുറച്ച് ഉപ്പും കൂടി ഇട്ടു. സെറ്റായിട്ടുണ്ട് കണ്ടോ. ചേനപ്പിടി തോരൻ റെഡി കണ്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും എന്നെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഓക്കെ, ബൈ.